അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ യൂറയാണെങ്കിൽ ഒരു ലാമ്പ് നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി വുൾഫ് ആണെങ്കിൽ അവർക്ക് മേടിച്ചൊരു ലാമ്പായിരിക്കും കേട്ടോ. എന്നിട്ട് വുൾഫ് ഇങ്ങനെ പറയുന്നുണ്ടാകും, അവൻ എന്നെ ചീത്ത പറഞ്ഞു ഇതൊക്കെ മേടിച്ചതിലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൊച്ച് ഉണ്ടാക്കിയതാണ്, അങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിന്ന് ഞാൻ മേടിച്ചാണെന്നൊക്കെ പറയും കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു സീക്രട്ട് മെസ്സേജ് ഉണ്ട്. ഇങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അതേ ഇത് കണ്ടോ മെമൻറ്റോ മൂരി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക നീ ഒരു നാളും മരിക്കും എന്നുള്ളതാണ് ആ ഒരു അർത്ഥം. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മുന്നത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും. ഏതോ ഒരു ചെറുക്കനാണെങ്കിൽ ഇവളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഒരു നാൾ നീയും മരിക്കും ഇങ്ങനെ ഒരു വെട്ടത്തിൽ വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനിക്ക് മനസ്സിലാകും ഇവൾക്ക് എന്തോ കത്തി എന്നുള്ള കാര്യം. അങ്ങനെ ഇവൻ്റെ മേത്ത് ആ ഒരു വൈൻ വീണിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു ദേഹത്തെ ടാറ്റു ഒക്കെ കാണുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു ലാമ്പാണെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഗണ്ണൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു വുൾഫിനെ ആണെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ടാകും. എന്നിട്ട് അവളാണെങ്കിൽ കൊന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ അച്ഛനാണെങ്കിൽ ആ ഒരു ജിഹാനെ എടുത്തിട്ട് അടിക്കണമായിരിക്കും. അപ്പോൾ ഇവള് ചോദിക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ജിഹാൻ്റെ വൈഫായിട്ടുള്ള മീറം ഇങ്ങനെ പറയുന്നുണ്ടാകും അച്ഛൻ്റെ ഏതൊരു കൂട്ടുകാരൻ മരിച്ചു, അതിന് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് മേടിച്ച ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും വണ്ടി ബ്രേക്ക് ഡൗൺ തന്നെ അതിന് ഇപ്പം ഞാനെന്ത് ചെയ്യാനാ, അത് മാത്രമല്ല ടാക്സിക്ക് വേണമെങ്കിൽ പോവാം 5000 രൂപ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുള്ളതെന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തന്നെ തല്ലൂലെന്നും പറഞ്ഞ് അവനെയാണെങ്കിൽ എടുത്തിട്ട് തല്ലുന്നുണ്ടാവും കേട്ടോ. അവൻ്റെ അടുത്ത് മര്യാദക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ഞതാണ്. ഇപ്പം ഈ ആ ഒരു കയറും നന്നാക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, അതുകൊണ്ടാണ് അച്ഛൻ അവനെ തല്ലുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ തല്ല് സഹിക്കാൻ വയ്യാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു മീറിമ പറയും ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവളും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ യൂറാണെങ്കിൽ അച്ഛന് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടാകും നിനക്കറിയാവുന്നല്ല ഞങ്ങളുടെ കാര്യം, ഈ ജിഹാന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ പണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു അച്ഛൻ ഇങ്ങനെ പറയും ആ പൈസ എൻ്റെ ആ ഒരു കൂട്ടുകാരനെ തന്നത്, ഞാൻ അവനെ ആ ഒരു കൂട്ടുകാരനെ ജിഹാനെ പലപ്പോഴും കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടുണ്ട് അവൻ ഇത്ര വലുതായി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്കതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൂട്ടുകാരൻ കാരണമാണ് ജിഹാൻ ഇപ്പോഴും ഇങ്ങനെ ജീവനോട് ഇരിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു അച്ഛൻ ഇങ്ങനെ പറയും ഇപ്പം എനിക്ക് ടാക്സി കിട്ടിയില്ലെങ്കിൽ എന്താ ഞാൻ എന്തായാലും ട്രെയിനിന് പോകാൻ പോണേന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ റെഡി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ യൂറയാണെങ്കിൽ അവനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്ത് എടുക്കുന്നുണ്ടാവില്ല, മീറിമിനൊന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ പറയും ആ ഒരു വൈഫിൻ്റെ അടുത്ത് പറയും നീ എന്തായാലും യൂറോ വിളിച്ചാലൊന്നും എടുക്കണ്ട, നമുക്കിതേ അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അതിൻ്റെ ദേശത്തിന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു വുൾഫിൻ്റെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ അവിടെയാണെങ്കിൽ നമ്മുടെ ദോഹാൻ വരുന്നുണ്ടാകും. അപ്പോൾ ദോഹാൻ ചോദിക്കും ആരാ കൊന്നേന്ന് വല്ലതും അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അറിയില്ല, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് നമ്മുടെ റൂൾസ് ഒന്നും അറിയാലോ, നമുക്കതിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു വുൾഫിൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ട് അവൻ തിരിച്ച് വന്നിട്ട് ആ ഒരു കൊളീഗിന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാകും ഈ ഒരു വുൾഫിൻ്റെ ഹിസ്റ്ററി എനിക്ക് വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരെല്ലാവരും കൂടി അച്ഛൻ്റെ 80ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പറയുമ്പോൾ മിൻസു പറയുന്നുണ്ടാകും അമ്മ ഞാൻ വരുന്നില്ല, ബോസക്കിൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ബോസക്കിൻ്റെ പാർട്ടിക്ക് പോകണുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും ദേ നീ വെറുതെ വാശി പിടിക്കല്ലേ മര്യാദക്ക് വാന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ ഡ്രസ്സ് എടുക്കണ കടയിലൊക്കെ ചെല്ലും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ മിസ് യു എന്ന് പറഞ്ഞ വേറൊരു ഗേൾ ഫ്രണ്ടായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. ഇത് പറയും നിൻ്റെ ഈ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ കൊള്ളാലെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി പറയും ഇതൊക്കെ എന്ത്, അത് മാത്രമല്ല നീ ബർത്ത്ഡേക്ക് നിൽക്കുമ്പോൾ നിൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ വൈഫിൻ്റെ സ്ഥാനത്ത്, ഞാൻ കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനിങ്ങനെ പറയുമ്പോൾ പിന്നെന്താ നീ വന്നോ, നിനക്ക് എപ്പോഴും സ്വാഗതമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അച്ഛനും ആ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. അപ്പോൾ ജിഹാനാണെങ്കിൽ പ്രസംഗം പോലെ പറയാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ജിഹാൻ ഇങ്ങനെ പറയും ഞാൻ ഭയങ്കര ബിസി ഉള്ള ഒരാളല്ലേ, എനിക്കിങ്ങനെ ഇതൊക്കെ പഠിക്കാൻ പറ്റണമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നീ മര്യാദക്ക് പഠിച്ചോ, അത് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മിൻസോണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും അച്ഛൻ ഞാൻ ബോസക്കിൻ്റെ പാർട്ടിയിൽ പൊക്കോട്ടെ എന്ന് വയ്ക്കുമ്പോൾ ആ ഒരു അച്ഛൻ പറയും പിന്നെന്താ മോള് പൊക്കോളാനൊക്കെ പറയും കേട്ടോ. അപ്പം മിൻസ് പറയും അമ്മേ മുത്തശ്ശൻ സമ്മതിച്ചു ഞാൻ ബോസക്കിൻ്റെ പാട്ടിലാണ് പോണേന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും മിൻസോ വന്നേ നമുക്ക് ടോയ്ലറ്റ് പോകാമെന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു അച്ഛനാണെങ്കിൽ ആ ഒരു ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയക്കും, വേറൊരു ഗേൾ ഫ്രണ്ട് ആ ഒരു മിസ് യൂനും മെസ്സേജ് അയക്കും, അതുപോലെ തന്നെ മിസ് പാർക്കും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിസ് യൂൻ പറയും എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ അത് മതിയെന്ന് പറയുമ്പോൾ തന്നെ എന്താ
ആ ഒരു മിസ് പാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകും, എൻ്റെ വീട്ടിലാണെങ്കിൽ കൊച്ചുമക്കളൊന്നുമില്ല, ഞാനും വരാം നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം അച്ഛന് വല്ലാതൊരു ടെൻഷനാകും. അപ്പം അച്ഛനിങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഈ കാര്യം ഇങ്ങനെ ആലോചിക്കും, 2 പേരോട് വന്നു കഴിഞ്ഞാൽ ഇടിയാവൂലോ, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ യൂറയാണെങ്കിലും മിൻസോടത്ത് പറയും, ബൊസക്കിന് ഇനിയും ഒരുപാട് നാളുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുത്തശ്ശന് 100 വർഷമല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഇനി എന്തോരം നാളുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും 20 വർഷം ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും നമ്മുടെ ബൊസക്കിന് 8 വയസ്സല്ലേ ഉള്ളൂ, അവനക്ക് ഇനിയും 100 ആവാൻ എത്ര നാളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അറിയില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും അറിയില്ലേ ബാ നമുക്കന്ന് അത് പഠിക്കാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് നോക്കണതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിപ്പിക്കുന്നതായിരിക്കും കേട്ടോ മിൻസോനെ. എന്നിട്ട് തിരിച്ച് വന്ന വഴിക്കാണെങ്കിൽ അവരിങ്ങനെ ഓരോ പ്ലാനൊക്കെ ഇടും. അച്ഛൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാമെന്നൊക്കെ മീറിയമൊക്കെ പറയുമ്പോൾ അച്ഛനിങ്ങനെ പറയും, നമ്മുടെ ഒരു കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം, നമുക്ക് എന്തായാലും ഈ ഒരു ബർത്ത്ഡേ ആഘോഷം വേണ്ടാന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സിഗ്നലിൻ്റെ സമയത്തായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവുക. ഇവർക്കാണെങ്കിൽ അച്ഛനെ ഫോളോ ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടാകും, നിവൃത്തിയോടും കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയ് ആണെങ്കിൽ ആ ഒരു ബുള്ളറ്റ് നോക്കി നിൽക്കണം കേട്ടോ. ഈ ഒരു ബുള്ളറ്റ് കാരണമാണ് ആ ഒരു വുൾഫിൻ്റെ ജീവൻ നഷ്ടമായത്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ പിറകിൽ എന്തൊക്കെയോ കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു ലോക്കറിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ ഒരു പുള്ളിക്കാരത്തി ആണെങ്കിൽ ഒരു കൊച്ചിന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്താ ഇവിടെ ആണെങ്കിൽ ചീഫും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചീഫ് ആണെങ്കിൽ ഈ പുള്ളിക്കാരത്തിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോ ഫ്ലോർ എത്തുമ്പോൾ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടാകും. ലാസ്റ്റ് ഫ്ലോർ എത്തുമ്പോൾ ഇവർ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചീഫ് പറയുന്നുണ്ടാകും ആ ബുള്ളറ്റ് തിരിച്ച് വന്നു എന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി എന്തോ ടാറ്റു ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ആണെങ്കിൽ അവളുടെ കടയിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ആലോചിക്കും കേട്ടോ ഇവള് വന്ന കാര്യം. അപ്പോൾ ഇവളെന്തോ ബാഗിലിട്ട പോലെ അവൾക്ക് ഫീൽ ചെയ്യും. ബാഗ് തുറന്ന് നോക്കുമ്പോൾ എന്താ ആ ഒരു വുൾഫിൻ്റെ മരിച്ചൊരു ഫോട്ടോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ആരാന്നൊക്കെ നമുക്ക് വരുന്ന വഴിക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറയാണ്. യൂറ പല സ്ഥലത്തും അച്ഛനെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും അച്ഛൻ വന്നിട്ടുണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ജോളിയായിട്ട് സിനിമ ഒക്കെ കണ്ടുകൊണ്ടിരിക്കണായിരിക്കും. അപ്പോൾ തന്നെ യൂറയാണെങ്കിൽ അവിടുത്തെ പറയും, നിങ്ങൾ എന്തിങ്ങനെയൊക്കെ കളിച്ചിരിച്ച് നിൽക്കുന്നത്, അച്ഛൻ എവിടെയെന്ന് വല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അച്ഛൻ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും പറയുമ്പോൾ അവൾ പറയും അച്ഛൻ എവിടെയെങ്കിലും മയങ്ങി വീണെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഒരു പക്ഷെ ആരെങ്കിലും എടുക്കൂലോ, നമ്മുടെ അച്ഛനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആരും നോക്കുന്നില്ലെങ്കിലോ, അത് മാത്രമല്ല അച്ഛൻ്റെ ഫോണിൽ ബാറ്ററിയും തീർന്നു പോയാലോ, നിങ്ങളൊക്കെ ഇങ്ങനെ നിന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദോഹാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു TV ഓഫാക്കിയിട്ട് പറയും നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നീ ഇപ്പം തന്നെ ചീഫോക്ക് ആണെങ്കിൽ മെസ്സേജ് അയക്കണം, 80ാമത്തെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഒട്ടും വർക്കിന് വരാൻ പറ്റില്ല എന്ന് ആദ്യമേ മെസ്സേജ് അയക്കണം, പിന്നെ ജിഹാനെ നീ അച്ഛന് ക്ഷമ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ആ ഓക്കെ ഞാൻ പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ മീറിയും വയ്ക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും നീ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ബോറടിച്ച് ആ ഒരു പാർക്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരിക്കും, ഞാനിനി എൻ്റെ മക്കളെ എങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ അവരുടെ എന്ത് പറയുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്മച്ചിയാണെങ്കിൽ എക്സസൈസ് ഇങ്ങനെ തെറ്റായിട്ട് ചെയ്യുമ്പോൾ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പറയും അത് എങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ ഭയങ്കര സ്പീഡിൽ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയാകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ അടുത്ത ടാർഗറ്റിന് കിട്ടും, അയാളുടെ പേര് കോ ഇൻബോ എന്നാണ്. അപ്പോൾ ഇവനാണെങ്കിൽ മറ്റേ പെണ്ണെടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും മാ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എന്തേ ആ ഒരു വുൾഫിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറയുമ്പോൾ മാ പറയും സോറി എനിക്ക് അങ്ങനെ തരാൻ പാടില്ല, മേളിൽ നിന്നുള്ള ഓർഡറാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും ഡാറ്റാസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടാകും നമ്മൾ എത്ര നാളിങ്ങനെ ഒരുമിച്ച് നൂഡിൽസ് കഴിച്ചതാ മര്യാദക്ക് താടി എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇല്ലയെന്ന് തന്നെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനെങ്ങനെ അവൻ്റെ കൂട്ടുകാരൻ്റെ ആ ഒരു റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എങ്ങും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ പറയും ഇവിടെ എന്താ പച്ച വെള്ളം അല്ലാണ്ട് വേറൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും പിന്നെ നിന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ആയിട്ടാണോ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ ആ ഒരു എക്സ് വൈഫ് കൊടുത്ത ഒരു ബൊക്കെ ഉണ്ടാകും. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ എന്നിട്ട് ഈ അയക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും എടാ എനിക്ക് എന്താ അവൾക്ക് മെസ്സേജ് അയക്കണ്ടേന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ വന്ന് നോക്കുമ്പോൾ എന്താ ഈ ഒരു ബൊക്കയിൽ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും ഇങ്ങനെയൊക്കെയാണ് അയക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അയക്കുകയാണെങ്കിൽ വല്ല ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒക്കെ അയക്കണ്ടേ, ഈ വെള്ള ഫ്ലവറൊക്കെ ഫ്യൂണറലിനാണ് സാധാരണ വെക്കാറെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ടാകും ഒന്ന് പോയാടാ ഒന്ന് ഇറങ്ങി പോടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദോഹാനാണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇറങ്ങണേക്ക് മുന്നേ ദോഹാൻ ഇങ്ങനെ ചോദിക്കും എടാ നിനക്ക് ഗോ ഇൻബോൻ അറിയോ, അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും അയാൾക്ക് ആര് പൈസ കൊടുത്താലും നൈസായിട്ട് അയാളെ എല്ലാവരുടെയും കൊട്ടേഷൻ സ്വീകരിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹ
ദോഹാനാണെങ്കിൽ ആ ഒരു കോയിൻബോനെ ആണെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടാകും. അയാൾ എന്തോ കോളേജിലെ പ്രൊഫസർ എങ്ങാണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറാനെയാണ്. യൂറയാണെങ്കിൽ അച്ഛൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചോദിക്കും, അച്ഛൻ എന്നാലും എന്തിനാ ഈ ഒരു ബർത്ത്ഡേ വേണ്ടാന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, വെറുതെ എന്തിനാ അത്രയൊക്കെ പൈസ നഷ്ടപ്പെട്ട് കളയുന്നത്, അത്രയൊക്കെ ചിലവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പുറകെ നടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അച്ഛൻ ഇങ്ങനെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ വരെ ഇവളിങ്ങനെ കൂടെ നിന്നിട്ട് പറയും, എന്നാലും അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഒരു 80ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, നീ എന്താ കരയാണോ? കരയാണെങ്കിൽ പോട്ടെ, നീ കരയൊന്നും വേണ്ട, ഞാൻ എന്തായാലും സമ്മതിക്കാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കരയൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജിഹാനാണെങ്കിൽ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് എന്തോ സർപ്രൈസ് ഒക്കെ ഒരുക്കുകയാണ്, നമുക്ക് വഴിയെ മനസ്സിലാകും. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അവർ പറയും നിങ്ങളെന്തായാലും ഭയങ്കര ഭാഗ്യവാനാണെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഓക്കെ അതൊക്കെ എനിക്കറിയാം, ഇത് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഏതോ സ്ഥലമൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയും, ഞാനാണ് ഈ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും നല്ലൊരു മകൻ, കൊറിയയിലെ തന്നെ ഏറ്റവും നല്ല മകനാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നല്ല അഭിമാനത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണ്. ദോഹാൻ അങ്ങനെ ആ ഒരു കോയിൻബോനെ ഇങ്ങനെ ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ അവർ ഫോളോ ചെയ്തിട്ട് അയാളാണെങ്കിൽ കറക്റ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവനാണെങ്കിൽ നല്ലൊരു സ്പോട്ട് നോക്കുന്നുണ്ടാവും കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവൻ്റെ കൊളീഗ് ആണെങ്കിൽ ആ ഒരു ചീഫോനെ വിളിച്ച് പറയുന്നുണ്ടാകും, നീ അറിയാതെ അവനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് കോയിൻബോനെ പറ്റി അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ അകത്തേക്ക് കയറുമ്പോൾ മറ്റേ ആ ഒരു പുള്ളിക്കാരത്തില്ലേ, ആ പുള്ളിക്കാരത്തിയുടെ പേര് ബട്ടർഫ്ലൈ എന്നാണ്, ഒരു കോഡ് ഭാഷയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ആണെങ്കിൽ അവൾ നോക്കി നിൽക്കുമ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നീ എന്താ ഇത്ര നാൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നിന്റെ മരണത്തിന് മുഖാമുഖം കണ്ട് നിൽക്കുകയാണെന്നൊക്കെ ആ ഒരു ബട്ടർഫ്ലൈയുടെ അടുത്ത് ഇങ്ങനെ ചീഫ് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അത് മാത്രമല്ല ബുള്ളറ്റും വാരിയറൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്, നിനക്ക് അവരെ പറ്റി വല്ലതും അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എൻ്റെ ഹസ്ബൻഡിനെ അവർ കൊന്നു, എൻ്റെ മകളെ ഇനി കൊല്ലാൻ ഒരിക്കലും പറ്റില്ല, ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ മുന്നത്തെ കൂട്ട് തന്നെയാണ്, നീ ഭയങ്കര സെൽഫിഷാണ്, നീ എന്നാലും അത്തരം കൊച്ചുങ്ങളുടെ ആ ഒരു ജീവൻ നിന്നെ നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, വാരിയേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ഒരു ഹിഡൻ ഫോൺ ഉണ്ടാകും, അത് നിനക്ക് കിട്ടിയോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരത്തി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ചീഫോടെ ആ ഒരു ഓഫീസിലേക്ക് കയറിയിട്ട് അവളുടെ ആ ഒരു ഇതൊക്കെ തുറന്ന് നോക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ആ ഒരു വുൾഫിൻ്റെ ആ ഒരു ഡാറ്റാസൊക്കെ പുള്ളിക്കാരൻ ചോർന്നെടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഈ ഒരു ചീഫോയെ ആണെങ്കിൽ ഹിഡൻ ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വുൾഫ് താമസിച്ച ഹോട്ടലിലേക്ക് ചെന്ന് നോക്കുന്നുണ്ടാവും. അപ്പോൾ പോണ വഴിക്ക് അവളുടെ ഓപ്പോസിറ്റ് ആരോ വരുന്ന കാണുമ്പോൾ ഇവർക്ക് എന്തോ സംശയമൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ അകത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ അവിടെ എങ്ങും ഫോൺ കിട്ടില്ല. അപ്പം നമ്മുടെ യൂറയാണെങ്കിൽ ആ ഒരു ഫോണായിട്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണായിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയാണെങ്കിൽ CCTV ഫുട്ടേജൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ യൂറനെ പോലത്തെ ഒരാളിങ്ങനെ പോകുന്ന കാണും. പക്ഷെ എന്നാലും അത് യൂറയാണെന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അത് ആരാന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ടാകും. എന്നിട്ട് ചീഫോയാണെങ്കിൽ ആ ഒരു ഇത് തുറന്ന് നോക്കുമ്പോൾ ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ എന്താ ഈ ഒരു ദോഹാൻ എടുത്ത കാര്യം അവൾക്ക് മനസ്സിലാകും കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ യൂറനെ വിളിച്ചിട്ട് പറയും, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരട്ടെ, നമുക്ക് ചായ കുടിക്കാന്നൊക്കെ പറയുമ്പോൾ യൂറ പറയും, പിന്നെ എന്താ വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ ഈ യൂറക്കാണെങ്കിൽ ആ ഒരു ജിഹാൻ മെസ്സേജ് അയക്കും, ചേച്ചി ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വന്നോ, ഞാനില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇവൾ ചോദിക്കും, അതെന്താണ് നീ അങ്ങനെ പറയണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനെയാണ്. ദോഹാൻ അങ്ങനെ ആ ഒരു ഗണ്ണൊക്കെ നേരെ പോയിന്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ടാർഗറ്റ് വരുമ്പോൾ ഇവനാണെങ്കിൽ ടാർഗറ്റിന് ഷൂട്ട് ചെയ്യുന്നുണ്ടാകും. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അയാൾ ഇങ്ങനെ മരിച്ച പോലെ കിടക്കും കേട്ടോ. അപ്പോൾ ദോഹാൻ അങ്ങനെ അടുത്തോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ ഇയാൾ മരിച്ചിട്ടുണ്ടാവില്ല, ഇവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു യൂറയുടെ വീട്ടിലേക്കാണെങ്കിൽ ചീഫ് വരും. ചീഫ് വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഇവളത് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്താ ഒരു റിംഗ് ടോണിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഇവളാണെങ്കിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ ഈ ഒരു മിൻസു ആണെങ്കിൽ ആ ഒരു ഫോണായിട്ട് വരൂട്ടാണ്ട് പറയും, അമ്മ ഇതേ ഫോൺ അടിക്കണമെന്നും പറഞ്ഞിട്ട് മിൻസു ആണെങ്കിൽ ആ ഒരു കോൾ എടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മിൻസു ചോദിക്കും, ഹലോ ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിന്നിട്ട് പറയും, യൂറ നിനക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ യൂറയാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് നിൽക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നെ മറന്നുപോയോ യൂറ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഭയങ്കര ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 5 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.